ഇത്രയും നാൾ പിടിച്ചു നിർത്തിയിരുന്ന തൻ്റെ ഉള്ളിലെല്ലാ വിഷമങ്ങളും മുഴുവനും ആ നെഞ്ചിലേക്ക് ഇറക്കി വെച്ച് ഒന്നുറക്കെ പൊട്ടിക്കരയണമെന്ന് തോന്നി അവൾക്ക്. അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അച്ചു, നീ എങ്ങോട്ടാടി അച്ചു? നീ ഇങ്ങോട്ടാടി കയറിപ്പോകുന്നത്? തടിമില്ലിലേക്ക് കയറാൻ തുടങ്ങിയ അച്ചുവിൻ്റെ കയ്യിൽ പെട്ടെന്ന് അമ്മുവിൻ്റെ പിടി വീണു. അമ്മു അച്ചുവിൻ്റെ ചെറുപ്പം മുതലേയുള്ള കളിക്കൂട്ടുകാരിയായിരുന്നു. അവളുടെ മനസ്സിലെ സങ്കടങ്ങളും രഹസ്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവളും. അമ്മു, ഞാൻ ഇച്ചായിനെ കാണാൻ. നീ ഒന്നും പറയേണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. നാട്ടുകാരെല്ലാം നിന്നെ നോക്കുന്നുണ്ട്. അമ്മു പറഞ്ഞപ്പോഴാണ് അച്ചു ചുറ്റും നോക്കിയത്. കോവിലകം തറവാട്ടിലെ അശ്വതി കൊട്ടാരമറ്റത്തെ ടോണിയുടെ മില്ലിലേക്ക് കയറാൻ പോകുന്നത് എന്തിനാണെന്ന് സംശയത്തോടെ പലരും തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് അവൾക്കപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെയും അവളുടെ മുന്നിൽ ഇച്ചായൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ളതൊന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. മോളെ അച്ചു, ഈ നാട്ടിൽ നിന്റെ അച്ഛനുള്ള വിലയും നിലയും ഒക്കെ നീ ഈ നസ്രാണി ചെക്കന് വേണ്ടി കളഞ്ഞു കുളിക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അച്ചുവിൻ്റെ കൈ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. അച്ചു അവിടെ നിന്ന് പോകുമ്പോഴും പലതവണ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രാണനായ ഇച്ചായനെ അവിടെ വിട്ട് പോകുന്നതിൻ്റെ വേദനയോടെ അവൾ അമ്മുവിൻ്റെ കൂടെ നടന്നു. അച്ചുവിൻ്റെ വീടെത്താറായപ്പോഴാണ് അവൾ അച്ചുവിൻ്റെ കയ്യിലെ പിടിവിട്ടത്. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാണ് നസ്രാണിയുടെ മില്ലിലേക്ക് കയറാൻ പോയത്? അമ്മു ദേഷ്യത്തോടെ ചോദിച്ചു. അച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. അമ്മു, എൻ്റെ ഇച്ചായൻ റോസിനെ താലി കെട്ടാൻ പോകുവാണെന്ന് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മു, കഴിയുന്നില്ല. അമ്മു അവളെ ചേർത്ത് പിടിച്ചു. അത് ശരി, ഞാൻ വിചാരിച്ചത് ശരിയായി. മിന്നു നിന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ വിവരം പറയാനാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്നെ കൂട്ടാതെ അമ്പലത്തിലേക്ക് പോയെന്നും കൂടി കേട്ടപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് നിന്റെ പുറകെ ഞാനും വെച്ചു പിടിച്ചത്. പക്ഷേ നീ നേരെ ടോണിച്ചായൻ്റെ മില്ലിലേക്ക് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അച്ചു. അച്ചു കണ്ണുനീർ തുടച്ചു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മു. ഇച്ചായൻ എന്നെ വേണ്ട. ചിലപ്പോൾ ആ പഴയ ഇഷ്ടം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഇച്ചായൻ അറിയില്ലായിരിക്കും. ഇച്ചായൻ റോസിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഇപ്പോഴും എനിക്ക് ഇച്ചായൻ ഇഷ്ടമാണെന്നും മറ്റൊരാൾക്ക് ഇച്ചായനെ സ്വന്തമാക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലെന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചായൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയത്. നിനക്കിപ്പോഴും അങ്ങേരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടനല്ല ടോണിച്ചായൻ. ഈ കോവിലകം തറവാട്ടിലെ അച്ചുവിന് ടോണി ഐസക്കിനോട് പ്രണയമാണെന്ന് നിന്റെ അച്ഛനമ്മയും പിന്നെ ഈ നാട്ടിലെ കുറച്ച് ആൾക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നന്നായി അറിയാം. അങ്ങേര് പോകുന്ന വഴികളിലും അനാഥാലയങ്ങളിലും ഈ സഹായമായി എത്തുന്നത് പോലും ഇച്ചായൻ അറിയാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. നീ എന്നും വായും പൊളിച്ച് നോക്കി നിൽക്കാറില്ലേ? എന്നിട്ടും ഒരു നോട്ടം പോലും ഇതുവരെ നിന്നെ നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് അച്ചു അവൻ്റെ പിന്നാലെ ഒരു പിച്ചക്കാരിയെ പോലെ പോകുന്നത്? അന്ന് ആ പള്ളിയിൽ വെച്ച് നിന്നെ അപമാനിച്ചു വിട്ടതുപോലെ ഇനിയും ഒരിക്കൽ കൂടി അപമാനിക്കപ്പെടാൻ വേണ്ടിയാണോ? അത് നിനക്ക് സഹിക്കുമോ? അമ്മു ചോദിച്ചു. അച്ചു നിറഞ്ഞ കണ്ണുകളോടെ തലകുലുക്കി. പറ്റില്ല. ഇന്ന് നിന്നെ ആ മില്ലിൽ വെച്ച് അങ്ങേരെ ആട്ടിയിറക്കിയിരുന്നെങ്കിലോ ഈ നാട്ടിലുള്ളവർ മൊത്തം കാണില്ലായിരുന്നോ? നിന്റെ അച്ഛനമ്മയും പിന്നെ എന്തവസ്ഥയിലാകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വേണ്ട മോളെ അച്ചു, ഇതൊക്കെ നീ മറക്കണം. നിന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. ജാതി വേറെ, നീ എല്ലാം മറന്നേക്ക്. അത് കേട്ടപ്പോൾ അച്ചുവിൻ്റെ നെഞ്ചിൽ തീ വീണതുപോലെ അവൾ പെട്ടെന്ന് മുഖമുയർത്തി അമ്മുവിനെ നോക്കി. അമ്മുവിൻ്റെ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ കുത്തിക്കയറുന്നത് പോലെ തോന്നി. അവൾ പറയുന്നതെല്ലാം ശരിയുമായിരുന്നു. പക്ഷെ ടോണിച്ചായനോടുള്ള പ്രണയത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അച്ചു. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം ബാക്കിയായി. ഇനിയും ടോണിച്ചായൻ്റെ മുന്നിലേക്ക് പോയി തൻ്റെ പ്രണയം പറഞ്ഞ് ഒരിക്കൽ കൂടി അപമാനിക്കപ്പെടാൻ തനിക്ക് കഴിയില്ല എന്ന്. നിന്നെ വിഷമിപ്പിക്കാനല്ല അച്ചു ഇതൊക്കെ ഞാൻ പറഞ്ഞത്. നിന്റെ സങ്കടം ഇനിയും കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നീ അന്ന് ഇച്ചായനോട് തോന്നിയ ഇഷ്ടം ആദ്യമായി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ എതിർത്തതല്ലേ? അന്നേ എൻ്റെ വാക്ക് കേട്ട് ആ ഇഷ്ടം മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇത്രയും സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എല്ലാം മറക്കാൻ ശ്രമിക്കുക അച്ചു. അമ്മു അച്ചുവിനെ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശരി അമ്മു, ഇച്ചായനോടുള്ള ഇഷ്ടം ആദ്യം ഞാൻ തുറന്നു പറഞ്ഞത് നിന്നോടായിരുന്നു. നീ അന്ന് എന്നെ ഒരുപാട് എതിർത്തു. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. അന്നത്തെ പ്രായത്തിൽ തോന്നിയൊരു ഇഷ്ടമാണെന്ന് കരുതി ഞാൻ അതിനെ വിട്ടുകളയാൻ തയ്യാറായില്ല. പിന്നെ 2 മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതിനു പുറമെ ഇച്ചായൻ ഒരു ക്രിസ്ത്യാനിയാണ്. കൊട്ടാരമറ്റത്തെ സമ്പന്ന കുടുംബത്തിലെ ആളുമാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എല്ലാവരുടെയും എതിർപ്പുകളും
മുന്നറിയിപ്പുകളും അവഗണിച്ച് ഞാൻ എൻ്റെ പ്രണയവുമായി മുന്നോട്ട് പോയി. ഇന്ന് നീ പറയുന്ന ഓരോ വാക്കും ശരിയാണ് അമ്മു. അന്ന് നിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. അത്രയും പറഞ്ഞ് അച്ചു വീണ്ടും അമ്മുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കുറച്ചുനേരം അവൾ നെഞ്ചു പൊട്ടി കരഞ്ഞു. ഇത്രയും നാളായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളൊക്കെയും ആ കണ്ണീരിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയി. അമ്മു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അച്ചുവിൻ്റെ ഉള്ളിൽ ടോണിച്ചായനോടുള്ള പ്രണയം എത്ര ആഴത്തിൽ പതിച്ചിട്ടുണ്ടെന്ന് അമ്മുവിനറിയാമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അച്ചുവിൻ്റെ കണ്ണുനീർ തോരാത്തത് കണ്ടപ്പോൾ അമ്മുവിന് ശരിക്കും ദേഷ്യം വന്നു. നീ എന്തിനങ്ങനെ കിടന്ന് മോങ്ങുന്നത്? നിന്റെ കെട്ടിയോനോ മറ്റോ പോയതുപോലെയാണല്ലോ നിന്റെ കരച്ചിൽ. ഇത് തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇങ്ങോട്ട് വരാൻ നോക്ക് പെണ്ണേ. ഇപ്പോൾ തന്നെ നേരം ഒരുപാട് വൈകി, ഇരുട്ട് വീണു. ഇനിയും നിന്റെ അച്ഛനും അമ്മയും ടോർച്ചുമെടുത്ത് നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങും. അതിനു മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം. പോരാത്തതിന് ഈ പാടത്ത് പാമ്പും പഴുതാനയും ഒക്കെയുണ്ട്. ഇനി നിന്റെ ഈ വിരഹവേദനയൊക്കെ കുറച്ചിട്ട് നീ ഒന്ന് വാ. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മു അച്ചുവിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് അവളെയും പിടിച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ അച്ചുവിനെ വീട്ടിലെത്തിച്ച ശേഷം അമ്മു തിരിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ഇനി ഇതൊന്നും ഓർത്ത് വീട്ടിൽ പോയി കരയരുത്. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവർക്ക് സംശയം തോന്നിക്കരുത്, മനസ്സിലായോ? അമ്മു അവളെ ഒന്ന് നോക്കി. ശരി, അച്ചു പതഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. പോയി കിടന്നുറങ്ങ്, നാളെ കാണാം. അത്രയും പറഞ്ഞ് അമ്മു തിരിഞ്ഞു നടന്നു. അമ്പലത്തിൽ പോയി തിരിച്ചെത്തിയ അച്ചുവിൻ്റെ കരഞ്ഞു വീർത്ത മുഖം കണ്ടതും അമ്മ അവളുടെ കാര്യം തിരക്കി. എന്താ മോളെ, മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ. നല്ല തലവേദന അമ്മേ, അവൾ മുഖം തിരിച്ചു പറഞ്ഞു. അമ്മ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഒരിറ്റു ഭക്ഷണം പോലും തൊണ്ടയിലൂടെ ഇറങ്ങില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തലവേദനയെ ഒരു മറയാക്കി അവൾ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അമ്മേ, തലവേദന. കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാം. അത്രയും പറഞ്ഞ് അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. വാതിലടഞ്ഞതും ഇത്രയും നേരം അടക്കി വച്ചിരുന്ന അവളുടെ കണ്ണുനീരിന് ഇനി പിടിച്ചു നിൽക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. ഇച്ചായ. അവളുടെ ശബ്ദം മുറിക്കുള്ളിൽ തട്ടി തിരിച്ചു വന്നു. ഞാൻ ഇന്ന് വരെ ഒന്നും അത്രയും ആഗ്രഹിച്ചിട്ടില്ല ഇച്ചായ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരിത്തിരി സ്നേഹം മാത്രം മതിയായിരുന്നു. എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വയ്ക്കാൻ, എൻ്റേതെന്ന് വിളിക്കാൻ ഒരിത്തിരി സ്ഥലം മാത്രം ഈ അച്ചുവിനെ തന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ എനിക്കതുപോലും കിട്ടിയില്ലല്ലോ. അവൾ കട്ടിലേക്ക് വീണ് കിടന്ന് കരഞ്ഞു. എനിക്ക് നിന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു സ്നേഹമല്ല ഇച്ചായ ഇത്. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ വന്ന് ചേർന്നതാണ് ഇച്ചായെ. എൻ്റെ ഓരോ സ്വപ്നത്തിലും ഓരോ പ്രാർത്ഥനയിലും അറിയാതെ പോലും എൻ്റെ മനസ്സ് തിരഞ്ഞത് ഇച്ചായിനെയായിരുന്നു. ഇത്രയും വർഷം ഞാൻ നെഞ്ചിലേറ്റി നടന്ന ഈ സ്നേഹം ഇന്നൊരു നിമിഷം കൊണ്ട് മറ്റൊരാളുടെ സ്വന്തമായി മാറുന്നത് എങ്ങനെ നോക്കി നിൽക്കും ഞാൻ? എൻ്റെ ഇച്ചായ, ഒരിക്കൽ പോലും ഈ അച്ചുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ണുനീർ തുടയ്ക്കാൻ പോലും മറന്ന് അവൾ വീണ്ടും മുഖം തലയണയിൽ അമർത്തി കരഞ്ഞു. ആ രാത്രി മുഴുവൻ അച്ചുവിൻ്റെ മുറിയിൽ നിന്ന് കേട്ടത് അവളുടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ തയ്യാറായി വന്ന അമ്മുവിനോട് അച്ചു പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അമ്മു, ഞാൻ ഇന്ന് കോളേജിലേക്ക് വരുന്നില്ല. ആ വാക്കുകൾ കേട്ടതും അമ്മുവും അച്ഛനും അമ്മയും ഒരുപോലെ അച്ചുവിനെ അത്ഭുതത്തോടെ നോക്കി. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്ത് സംഭവിച്ചാലും അച്ചു കോളേജ് മുടക്കാറില്ലായിരുന്നു. ചെറിയൊരു അസുഖം വന്നാലും ശരീരം തളർന്നാലും ഇഴഞ്ഞെങ്കിലും അവൾ കോളേജിലേക്ക് പോകും. കുടുംബത്തിലെ കല്യാണത്തിനോ മരണത്തിനോ പോലും കോളേജ് ഒഴിവാക്കാൻ അവൾക്ക് മടിയായിരുന്നു. എല്ലാവരും കരുതിയത് അച്ചുവിന് പഠനത്തോട് അത്രയേറെ ഇഷ്ടമാണെന്നാണ്. പക്ഷേ അവളുടെ ആ യാത്രകളുടെ യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നു. കോളേജിലേക്കുള്ള വഴിയിൽ കൊട്ടാരമറ്റത്തെ തടിമില്ലിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നോക്ക് ടോണിച്ചായനെ കാണണം. അവനെ ഒരു ദിവസം പോലും കാണാതെ കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് തോന്നും. അവൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതി, ആ ദിവസത്തെ അവളുടെ മനസ്സ് ശാന്തമാകും. പക്ഷേ ഇന്ന് അവനെ കാണാതിരിക്കാനാണ് അച്ചു കോളേജിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത്. കാരണം അവനെ ഒന്ന് കണ്ടാൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ്റെ മുന്നിൽ ചെന്നു നിന്ന് പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. ഇനി ഇച്ചായിനെ കാണരുത് എന്ന് അവൾ സ്വന്തം മനസ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നീ ശരിക്കും കോളേജിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഉറപ്പാക്കാം എന്ന പോലെ അമ്മു വീണ്ടും ചോദിച്ചു. പോകുന്നില്ല, അച്ചു പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഹോ, സമാധാനം. എത്ര നാളായി ഞാനൊരു ലീവ് എടുത്തിട്ട്. നീയാണെങ്കിൽ ലീവ് എടുക്കൂല്ല, എന്നെ ലീവ് എടുക്കാൻ സമ്മതിക്കത്തുമില്ല. ഇന്നെന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. അമ്മു അച്ചുവിൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടി അമ്മു ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്കറിയാമായിരുന്നു അച്ചു കോളേജ് ഒഴിവാക്കിയത് വെറുതെയല്ല. ടോണിച്ചായനിൽ നിന്ന് സ്വയം ഒളിച്ചോടാനായിരുന്നു അവളുടെ ശ്രമം. ആ ദിവസം മുഴുവൻ അമ്മു അച്ചുവിനോടൊപ്പം തന്നെ നിന്നു. എന്നിട്ടും സാധാരണ ടോണിച്ചായനെ കാണുന്ന സമയം കഴിഞ്ഞതോടെ അച്ചുവിൻ്റെ നെഞ്ചിൽ
എന്തോ ഒരു ശൂന്യത പടർന്നു. ഒന്ന് കാണാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിച്ചു. ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന ചിന്ത പതിയെ അവളുടെ മനസ്സിനെ കീഴടക്കി. വൈകുന്നേരമായപ്പോഴേക്കും ആ കൊതി സഹിക്കാനാവാത്ത അവസ്ഥയിലെത്തി. അവൾ അസ്വസ്ഥയായി ചുറ്റി നടക്കുന്നത് കണ്ട അമ്മു കളിയാക്കി ചോദിച്ചു, ഇതെന്താ അച്ചു, കള്ളുകുടിയന് കള്ള് കിട്ടാത്തതുപോലെ 2 നേരം ഇച്ചായനെ കാണാതിരുന്നാൽ കൈ വിറയ്ക്കുമോ? അച്ചുവിൻ്റെ മുഖത്ത് വേദന നിറഞ്ഞു. നിനക്ക് മനസ്സിലാവില്ല അമ്മു, എൻ്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയില്ല. ഒന്ന് ഇച്ചായനെ കാണണം, കണ്ടില്ലെങ്കിൽ എൻ്റെ നെഞ്ചിനുള്ളിൽ തീ കത്തുന്നത് പോലെയാണ്. അവളുടെ വാക്കുകൾ കേട്ട് അമ്മു നെടുവീർപ്പിട്ടു. അത് അങ്ങേര് റോസിനെ കെട്ടിക്കഴിയുമ്പോൾ റോസ് അണച്ചോളും. അമ്മു പറഞ്ഞത് തമാശയായി ആയിരുന്നെങ്കിലും ആ വാക്കുകൾ അച്ചുവിന് നെഞ്ചിൽ ഒരു കരിങ്കല്ല് വീണതുപോലെ പതിച്ചു. ഇച്ചായൻ തൻ്റെ ആരുമല്ല, ഇനി അവൻ റോസിൻ്റേതാണ്. ആ സത്യം ഓർക്കാൻ പോലും അവളുടെ ഹൃദയത്തിന് കഴിഞ്ഞില്ല. അവൾ വേദനയോടെ അമ്മുവിനെ നോക്കി. അങ്ങനെ ആ ദിവസവും അച്ചു എങ്ങനെയോ തള്ളി നീക്കി. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെ തന്നെ അച്ചു അമ്മുവിനെയും കൂട്ടി കോളേജിലേക്ക് ഇറങ്ങി. ഇന്നലെ മുഴുവൻ ഇച്ചായനെ കാണാതിരുന്നതിൻ്റെ വേദനയുമായി ആയിരുന്നു അവളുടെ യാത്ര. പാടവരമ്പ് കടന്ന് റോഡിലേക്കും കയറിയതും അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ മുന്നിലേക്ക് പാഞ്ഞു. കൊട്ടാരമറ്റത്തെ തടിമില്ലിൻ്റെ മുന്നിൽ ഒരു ജീപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരമറ്റം. ജീപ്പിൻ്റെ മുന്നിലെ ആ പേര് കണ്ടതും അച്ചുവിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ എത്ര ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾക്ക് ആ ജീപ്പിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് ഒരേ ഒരു കാര്യം മാത്രം തിരഞ്ഞു. ഇച്ചായൻ ഇവിടെയുണ്ടോ? അവനെ കാണരുതെന്ന് തീരുമാനിച്ചിരുന്ന അതേ മനസ്സ് തന്നെ ഇപ്പോൾ അവനെ ഒന്ന് കാണാൻ വേണ്ടി വെമ്പുകയായിരുന്നു. അച്ചു അറിയാതെ തന്നെ ആ ജീപ്പിലേക്ക് നോക്കി നിന്നു. ഇന്നലെ മുഴുവൻ അവനിൽ നിന്ന് ഒളിച്ചോടിയ അച്ചു ഇന്ന് അവനെ ഒന്ന് കാണാൻ വേണ്ടി സ്വന്തം മനസ്സിനോട് തന്നെ തോറ്റു തുടങ്ങിയിരുന്നു. തുടരും.